നമ്മളില്ലാതെ അവൻ ഫംഗ്ഷൻ നടത്തും. നമ്മുടെ പ്രശ്നം ഫംഗ്ഷനിൽ നന്ദിനി ഇല്ലാതെ ഇരിക്കണം എന്നത്. മമ്മി, അവളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുന്ന കാര്യമാണെങ്കിൽ ചിന്തിക്കാൻ പോലും പറ്റില്ല. എങ്ങോട്ട് പറഞ്ഞു വിട്ടാലും അവള് കൃത്യമായിട്ട് മമ്മിയുടെ മുന്നിൽ തന്നെ ഉണ്ടാവും. മമ്മി നാണവും കെടും. എങ്ങോട്ടും പറഞ്ഞു വിടുന്നില്ല. അവളിവിടെ നമ്മൾ കാണാവുന്ന ദൂരത്തിൽ നമ്മുടെ മുമ്പിൽ തന്നെ ഉണ്ടാവണം. പക്ഷേ ആ ഫംഗ്ഷനിൽ വരുന്ന ഒരാള് പോലും അവളെ കാണാനോ സംസാരിക്കാനോ പാടില്ല. അതെങ്ങനെ ആന്റി? നന്ദിനി ആരും കാണാനും പാടില്ല, നന്ദിനി എല്ലാവരുടെ മുന്നിൽ ഉണ്ടാകുകയും വേണം. ഇതെന്താ മാജിക്കോ? എടാ, അങ്ങനെ ഒരു മാജിക് നടക്കണം ഇവിടെ. നിങ്ങൾ കേട്ടല്ലോ, ഫംഗ്ഷൻ നടക്കുമ്പോൾ നന്ദിനി അവിടെ ഉണ്ടാവണം. എന്നാ ഫംഗ്ഷനിൽ അവൾ ഉണ്ടാവാനും പാടില്ല. രണ്ടും കൂടി ഒന്നിച്ചോ? എങ്ങനെ മമ്മി? ഫംഗ്ഷന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ജോലി ഏൽപ്പിച്ചാൽ അവള് ചെയ്യാതിരിക്കൂ? ചെയ്ത് തീർക്കാൻ പറ്റാത്ത അത്രയും ജോലികൾ, അത് വീടിനകത്തോ പുറത്തോ ഒന്നുമല്ല, നിങ്ങളുടെ രണ്ടുപേരുടെയും മുറികളിൽ അവൾക്ക് ചെയ്യാനുണ്ടായിരിക്കണം. അവൾ ആ ജോലി എടുത്തോട്ടെ. അത് കഴിഞ്ഞ് അവള് പുറത്തിറങ്ങാൻ നോക്കുമ്പോഴല്ലേ. പിന്നെ പുറത്തിറങ്ങാൻ നോക്കിയാലേ വാതിലങ്ങ് അടയ്ക്കണം. താഴെ ഫംഗ്ഷൻ നടക്കുമ്പോ മോളിൽ അവളെ എങ്ങനെ കിടന്ന് വിളിച്ചാലും താഴെ ആരും അറിയാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് 3 പേർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലേ? നന്ദിനിയെ ആരും കാണരുത്. നന്ദിനി നമ്മുടെ കസ്റ്റഡി തന്നെ ഉണ്ടാവണം. കേട്ടല്ലോ? അബദ്ധങ്ങളൊന്നും കാണിച്ചു വെക്കരുത്. ഇല്ല ആന്റി, ഞാൻ ബ്രില്യന്റ് ആയിരിക്കും. ബ്രില്യന്റ്. എത്ര അടി കിട്ടിയാലും പുതിയ പുതിയ ഐഡിയാസിനൊന്നും ഒരു കുറവുമില്ല. രാഷ്ട്രീയത്തിലായിരുന്നെങ്കിലേ ആന്റി ഇതിനിടയിൽ ഒരു മുഖ്യമന്ത്രിയെങ്കിലും ആയേനെ. ചേച്ചി, ഈ പറഞ്ഞ കാര്യം വല്ലതും നടക്കൂ? ഏട്ടനാണെങ്കിൽ ഏത് നേരവും നന്ദിനി നന്ദിനി എന്ന് വിളിച്ചുകൊണ്ട് നടക്കാം. അപ്പൊ പിന്നെ കുറച്ചധികം നേരം കാണാതായി അന്വേഷിക്കില്ലേ? അതല്ലേ മമ്മി പറഞ്ഞത്, അവൾ എല്ലാവരുടെ മുൻപിൽ വേണം, എന്നാൽ ഇല്ലാത്തതുപോലെ കാര്യങ്ങൾ നടക്കുകയും വേണം. എല്ലാം നമ്മുടെ പ്ലാനിങ് അനുസരിച്ചാ നടക്കുക. വാ വാ, come on. നന്ദിനിമോളെ അതെങ്ങനെ എടുക്ക്. ഒന്ന് വേഗം ആട്ടെ രാജേട്ടാ. അത് തന്നെ. ആളുകൾ ചിലപ്പോ നേരത്തെ എത്തിയാലോ? എത്തിക്കോട്ടെ മോളെ. ഇവിടത്തെ ജോലിയൊക്കെ തീരാറായല്ലോ മോളെ. മോളൊരു കാര്യം ചെയ്യും, ഒന്ന് പെട്ടെന്ന് പോയി റെഡിയായി വാ. എനിക്കെന്താ റെഡിയാവാന്? പിന്നെ പിറന്നാളിനിരിക്കുന്ന വേഷം ഇതാണോ? ഇത്രയും വലിയ വീടുകളിൽ ഓരോ പിറന്നാൾ വരുമ്പോഴേ അവിടുത്തെ പെണ്ണുങ്ങള് ഒരു 4-5 മണിക്കൂർ അവിടെ കാണാറേ ഇല്ല. എവിടെയെങ്കിലും പോയിരുന്ന് പുട്ടിയും പാരി തേച്ചോണ്ടിരിക്കും. അതാണ് പ്രധാന ചടങ്ങ്. മോളൊരു കാര്യം ചെയ്യും, പോയി ഒരുങ്ങിട്ട് വാ. എനിക്ക് അങ്ങനെ ഒന്ന് ഒരുങ്ങണ്ട രാജേട്ടാ. എന്നിട്ട് എന്തിനാ? നേരെ ചൊവ്വയൊന്ന് ചിരിക്കാൻ പറ്റൂ, ഒന്ന് സ്പീഡിൽ നടക്കാൻ പറ്റൂ? അതൊന്നും അല്ല, എന്നാലും അതൊക്കെയാണ് എന്റെ ഒരു രീതി. എനിക്ക് ആ രീതിയൊന്നും വേണ്ട രാജേട്ടാ. എന്നെ അങ്ങ് വെറുതെ വിട്ടേക്ക്. കാണാം, കുറച്ച് കഴിയുമ്പോഴേ സൂര്യ സാറിങ്ങി വരും. എന്നിട്ട് പറയും, താൻ എന്തിനാ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നേ, പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വാ. അപ്പോഴും കാണാം ഇങ്ങനെ കുണുകുണാന്ന് ഓടുന്നത്. സൂര്യ സാറിന് നല്ല തിരക്കല്ലേ? ഇപ്പൊ തന്നെ എത്ര നേരമായി സാറിനെ കണ്ടിട്ട്. ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. ഒന്ന് മിണ്ടിയിട്ട് തന്നെ എത്ര നേരമായെന്നറിയോ? മിണ്ടാതിരുന്നിട്ട് മോക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ രാജുവേട്ടനോട് ഒരു വാക്ക് പറഞ്ഞൂടെ? രാജുവേട്ടൻ പോയി വിളിച്ചോണ്ട് വരൂലേ? വിളിച്ചോണ്ട് വരട്ടെ. അങ്ങനെയൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇനി അതിന് വേറെ കഥ ഉണ്ടാക്കിക്കോ. ഞാനൊരു കഥ ഉണ്ടാക്കി.